നാട്ടുകൾ വിഷന്റെ ന്യൂസ് അറ്റ് 7 വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രാദേശിക വാർത്തകൾ ചുരുക്കത്തിൽ. കൂടുതൽ വാർത്തകൾക്കായി നാട്ടുകൾ വിഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. സേവ് ദ ഫ്രോക്സ് ദിനാചരണത്തിൻ്റെ ഭാഗമായി തിരുവിഴാങ്കുന്ന് CPAUP സ്കൂളിൽ ഒരു ദിവസത്തെ പരിസ്ഥിതി ക്യാമ്പ് സംഘടിപ്പിച്ചു. ഉഭയജീവികളെക്കുറിച്ച് വർഷങ്ങളായി ഗവേഷണം നടത്തുന്ന പ്രഗത്ഭരായ വ്യക്തികളാണ് ക്ലാസ് നയിച്ചത്. വാർത്ത വിശദമായി. തിരുവിഴാങ്കുന്ന് CPAUP സ്കൂളിൽ 17ാമത് സേവ് ദ ഫ്രോക്സ് ദിനാചരണത്തിൻ്റെ ഭാഗമായി തവളകളുടെ പാരിസ്ഥിതിക പ്രാധാന്യത്തെക്കുറിച്ച് കുട്ടികളെ ബോധവൽക്കരിക്കുന്നതിനു വേണ്ടി സ്കൂൾ NGC യൂണിറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ ഏകദിന പരിസ്ഥിതി ക്യാമ്പ് സംഘടിപ്പിച്ചു. PTA പ്രസിഡന്റ് സുഭാഷ് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പ്രധാനാധ്യാപകൻ ശ്രീവത്സൻ TS അധ്യക്ഷത വഹിച്ചു. പ്രകൃതിയിൽ തവളകളുടെ പ്രാധാന്യം, തവളകൾ സംരക്ഷിക്കപ്പെടേണ്ടതിൻ്റെ ആവശ്യകത എന്നീ വിഷയങ്ങളെ അടിസ്ഥാനമാക്കിയാണ് പരിസ്ഥിതി ക്യാമ്പ് നടത്തിയത്. ഉഭയജീവികളെക്കുറിച്ച് വർഷങ്ങളായി ഗവേഷണം നടത്തുന്ന പ്രഗത്ഭരായ വ്യക്തികളാണ് ക്ലാസ് നയിച്ചത്. വ്യത്യസ്തമായ ആക്ടിവിറ്റികൾക്കും നേതൃത്വം നൽകി. കുട്ടികൾക്കായി ബോധവൽക്കരണ ക്ലാസ്, ക്വിസ് മത്സരം, പോസ്റ്റർ നിർമ്മാണ മത്സരം, സ്റ്റോറീസ് ടെല്ലിംഗ് എന്നിവയും നടന്നു. ഉഭയജീവി ഗവേഷകനായ ഡോക്ടർ സന്ദീപ് ദാസ് ക്ലാസ്സിന് നേതൃത്വം നൽകി. അരണ്യകം നേച്ചർ ഫൗണ്ടേഷൻ, തവള ട്രെയിൽസ്, എഡ്ജ്, സേവ് ദ ഫ്രോക്ക് തുടങ്ങിയ പരിശീലന സംഘടനകളുടെ അംഗങ്ങളായ ലീന, സിദ്ധാർത്ഥ്, ജവാദ്, മാലതി, നിതീഷ്, വിപിൻ എന്നിവരും ക്ലാസ്സിന് നേതൃത്വം നൽകി. NGC കോർഡിനേറ്റർ രഞ്ജിത് ജോസ് പരിപാടിയെക്കുറിച്ച് വിശദീകരണം നൽകി. എൻ്റെ കടമ ഈ യോഗത്തിന് സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ്. ധാരാളം ശാസ്ത്ര ഗവേഷകരും അതുപോലെ തന്നെ ശാസ്ത്രജ്ഞന്മാരും അധ്യാപകരുമെല്ലാം പരിസ്ഥിതി പ്രവർത്തകരെല്ലാം തന്നെ ഇതിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ആഗോളതലത്തിൽ അവർ ഈ ഉപജീവികൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കുകയും സമൂഹത്തെ അതിൻ്റെ പ്രശ്നങ്ങൾ ബോധ്യപ്പെടുത്തുകയും ഭരണകൂടത്തെ അത് സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ. സ്കൂൾ മാനേജർ CP ഷഹാബുദ്ദീൻ എന്നിവർ സംസാരിച്ചു. പങ്കെടുത്ത വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റ് വിതരണവും നടത്തി. പരിസ്ഥിതി ക്യാമ്പിൽ വിദ്യാലയത്തിലെ അധ്യാപകരായ മണികണ്ഠൻ, ഹാരിസ്, റാഫത്ത്, ബിന്ദു P വർഗീസ്, സീനത്ത്, ജയചന്ദ്രൻ ചത്തല്ലൂർ തുടങ്ങിയവരും രക്ഷിതാക്കളും സംബന്ധിച്ചു.